മരുമകൾ ശോഭന മിണ്ടാതെ അവരുടെ മുറിക്ക് പുറത്തേക്കിറങ്ങി. അവർ വല്ലാതെ വിഷമിച്ചുകൊണ്ട് ശ്രീജിത്തിൻ്റെ മുറിയിൽ നിന്നും ഇറങ്ങി വരുന്നതാണ് ശ്രീനിധിയും കണ്ടത്. എന്താ അമ്മേ, അമ്മയുടെ മുഖം വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല മോളെ, ഇത്രയും നേരമായിട്ട് ശ്രുതി എഴുന്നേറ്റില്ലല്ലോ. അത് ചോദിക്കാൻ വേണ്ടി ഞാൻ അവരുടെ മുറിയിലേക്ക് ചെന്നു. അവളപ്പോൾ എന്നെ ആട്ടി ഇറക്കി വിട്ടു. അവൾ അത്രയ്ക്കായോ? അമ്മ വന്നേ, ഇതവളോട് ചോദിച്ചിട്ട് തന്നെ കാര്യം. അതും പറഞ്ഞുകൊണ്ട് ശോഭനയുടെ കൈയും പിടിച്ച് ശ്രീജിത്തിൻ്റെ മുറിയിലേക്ക് കാര്യങ്ങൾ ചോദിക്കാനായി പോവാണ് ശ്രീനിധി. ശോഭന അവളെ വിലക്കി. ഇപ്പോൾ വേണ്ട മോളെ, അവൾ ഇത്തിരി മുറ്റ. ആ മന്ദബുദ്ധി മീനുവിനെ പോലെ നമ്മൾ എന്തു പറഞ്ഞാലും വെറുതെ കേട്ടോണ്ട് നിൽക്കില്ല അവൾ. അതുകൊണ്ട് അവളോട് എന്തെങ്കിലും പറയുകയോ അവൾക്കെതിരെ എന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം. കാര്യം ശ്രുതി എൻ്റെ കൂടെ പഠിച്ചവളാണ്, എൻ്റെ കൂട്ടുകാരിയാണ്. പക്ഷേ എൻ്റെ അമ്മയോട് ഈ വിധം പെരുമാറിയാൽ ഞാൻ വെറുതെ ഇരിക്കുമെന്ന് അവൾ വിചാരിക്കണ്ട. അതും പറഞ്ഞുകൊണ്ട് ശ്രീയെ ശോഭന നിർബന്ധിച്ച് താഴേക്ക് കൊണ്ടുപോയി. ഇതേ സമയം ശ്രീജിത്ത് ഓഫീസിലേക്ക് പോകാനായി റെഡിയാകാൻ തുടങ്ങിയപ്പോഴും അതേ കിടപ്പ് കിടക്കുവാണ് ശ്രുതി. ശ്രീജിത്ത് അവളെ ഒന്ന് നോക്കിയെങ്കിലും തിരിച്ചൊരു നോട്ടം കൊണ്ടുപോലും അവനെ കടാക്ഷിച്ചില്ലവൾ. ശ്രീജിത്ത് പോയതിനു ശേഷം പിന്നെയും സമയം ഏറെ കഴിഞ്ഞു. ഏകദേശം 9 മണിയോടടുത്തായി ശ്രുതി ഉണർന്നപ്പോൾ അവൾ പതിയെ താഴേക്ക് നടന്നു ചെന്നു. ലിവിംഗ് റൂമിലിരുന്ന് TV കാണുവാണ് ശോഭന. അവൾക്കരികിൽ ശ്രീനിധിയുമുണ്ട്. രാവിലെ കാപ്പിക്ക് എന്താ ആൻറ്റി? കുറച്ച് മുമ്പ് നടന്ന സംഭവങ്ങളൊന്നും ഓർമ്മയെപ്പോലും ഇല്ലാത്തതുപോലെ ശോഭനയോട് സംസാരിക്കുകയാണവൾ. ശ്രുതി അത് കേൾക്ക് ശ്രീനിധിയുടെ കടപ്പല്ല് ഞെരിഞ്ഞു. നീ എന്താ ഇത്രയും ലേറ്റായി എഴുന്നേറ്റത്? നിൻ്റെ കൂടെ വീടല്ലേ ഇത്? ഇവിടുത്തെ ഓരോ കാര്യങ്ങളിലും സഹായിക്കേണ്ടത് നിൻ്റെ ഉത്തരവാദിത്വമല്ലേ? തഞ്ചത്തിൽ ശ്രുതിയോട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ തുടങ്ങി ശ്രീനിധി. നീ എന്തൊക്കെയാ ശ്രീ പറയുന്നത്? എൻ്റെ വീടും ഈ വീടും ഞാൻ രണ്ടായിട്ട് കണ്ടിട്ടില്ല. പിന്നെ ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്യാൻ ജോലിക്കാരി ഉണ്ടല്ലോ, പോരാത്തതിന് ആൻറ്റിയുമുണ്ട്. അതൊക്കെ പോട്ടെ ശ്രീ, നീ ഈ വീട്ടിൽ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ശ്രുതി അങ്ങനെ ചോദിച്ചതും ശ്രീനിധിയുടെ വായടഞ്ഞു. ശോഭനയ്ക്കാണെങ്കിൽ നന്നേ ദേഷ്യം വരുന്നുണ്ട്. ശ്രുതി ആരെയും മൈൻഡ് ചെയ്യാതെ നേരെ ഡൈനിങ് റൂമിലേക്ക് പോയി. ശോ, ഇന്നിവിടെ പുട്ടാണോ? റൂമിലിരിക്കുന്ന ശോഭനയെ നോക്കി ശ്രുതി ചോദിച്ചു. അല്പനേരം കഴിഞ്ഞിട്ടും ശോഭന ഒന്നും മിണ്ടുന്നില്ലെന്ന് കണ്ട് ശ്രുതി നേരെ അടുക്കളയിലേക്ക് നടന്നു. അടുക്കളയിൽ സഹായത്തിന് നിൽക്കുന്ന ദേവകി ആ സമയം മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുവാണ്. എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് ഇവിടെ പുട്ടുണ്ടാക്കരുതെന്ന്? എനിക്കിഷ്ടമില്ലെന്ന് കറിഞ്ഞുകൂടെ? മോളെ, ശോഭന ചേച്ചി എന്നോട് പറഞ്ഞത് ഇന്ന് പുട്ട് മതിയെന്ന്. ദേവകിയുടെ വായിൽ നിന്ന് കേട്ടതും ശ്രുതിക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി. ശ്രുതി നേരെ ലിവിംഗ് റൂമിലേക്ക് ചെന്നു. ആ സമയം ശോഭനയും ശ്രീനിധിയും എന്തോ പറഞ്ഞ് അടക്കിച്ചിരിക്കുകയാണ്. ആൻറ്റിയാണോ ദേവകിയോട് പറഞ്ഞത് ഇന്ന് പുട്ട് മതിയെന്ന്? അതെ, ഞാനാ പറഞ്ഞത്. ശ്രീജിത്ത് ഇന്നലെ എന്നോട് പറഞ്ഞിരുന്നു അവന് പുട്ട് കഴിക്കാൻ ആഗ്രഹം തോന്നുന്നു. പക്ഷേ എനിക്ക് പുട്ടിഷ്ടമല്ലെന്ന് ആൻറ്റിക്ക് അറിഞ്ഞൂടെ? അറിയാം. എന്നിട്ട് പിന്നെന്താ ദേവകിയോട് പറയാതിരുന്നത് എനിക്ക് വേറെന്തെങ്കിലും ഉണ്ടാക്കി തരണമെന്ന്? അതുകൊള്ളാം, നിനക്ക് വേറെന്തെങ്കിലും വേണമെങ്കിൽ നീയാണ് ഉണ്ടാക്കി കഴിക്കേണ്ടത്. ഈ വീട്ടിൽ രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉണ്ടാക്കൂ. അത് കഴിക്കാനുള്ളവർക്ക് കഴിക്കാം, വേണ്ടാത്തവർ കഴിക്കണ്ട. തീർപ്പ് പോലെ ശോഭനയത് പറഞ്ഞതും ശ്രുതിയുടെ മുഖം കൂർത്തു. അവൾ ശോഭനയ്ക്കരികിൽ ചിരിയടക്കി പിടിച്ചു നിൽക്കുന്ന ശ്രീനിധിയെ ദഹിപ്പിക്കുന്ന വിധം ഒന്ന് നോക്കി. ശ്രീ എന്തൊക്കെ പറഞ്ഞാലും നീ ഇവിടെ വെറുതെ ഇരിക്കുമല്ലേ? പോയി എനിക്ക് എന്തെങ്കിലും കഴിക്കാനുണ്ടാക്കുക. അതുകൊള്ളാലോ, ഞാനാരാ നിൻ്റെ വേലക്കാരിയോ? നിനക്ക് വേണമെങ്കിൽ നീ പോയി ഉണ്ടാക്കണം. ശ്രീനിധിയുടെ ഭാഗത്തു നിന്നും കൂടി അങ്ങനെയൊരു മറുപടി ലഭിച്ചതും ശ്രുതിയുടെ ദേഷ്യം വർദ്ധിച്ചു. ശ്രുതി കലിയോടെ ശോഭനയെ ശ്രീനിധിയെ നോക്കിക്കൊണ്ട് ചവിട്ടിത്തുള്ളി മുകളിലേക്ക് കയറിപ്പോയി. ആ സമയം ശ്രുതിക്ക് നിയന്ത്രിക്കാനാകാത്ത വിധം ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഏതു വിധേനയും ശ്രീനിധിയെ വീട്ടിൽ നിന്ന് പുകച്ചു പുറത്ത് ചാടിക്കണമെന്ന് അവൾ കണക്ക് കൂട്ടി. അന്ന് രാവിലെ ഉച്ചയ്ക്കും ശ്രുതി അവിടെ നിന്നും ഭക്ഷണം കഴിച്ചില്ല. പകരം പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്തു. രാത്രി ശ്രീജിത്ത് വന്ന ശേഷം എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനിരിക്കുവാണ് ഡൈനിങ് ഹാളിൽ. അപ്പോഴാണ് എല്ലാവർക്കും കുടിക്കുവാനുള്ള ചൂടുവെള്ളം ഒരു ജഗ്ഗിലെടുത്തിട്ട് ദേവകി അങ്ങോട്ട് വന്നത്. അവരെ കണ്ടതും ശ്രുതി പറഞ്ഞു, ദേവകി, നാളെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവ് മതി. ശരി മോളെ.
കാര്യം ശ്രീനിധിക്ക് ഉപ്പുമാവ് ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ശ്രുതി ദേവകിയോട് അങ്ങനെ പറഞ്ഞത്. ദേവകി തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോഴാണ് ശ്രീനിധി പിന്നിൽ നിന്ന് വിളിച്ച് നാളെ ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പം മതിയെന്ന് പറഞ്ഞത്. ദേവകി അവിടെ ഇരുന്ന ഓരോരുത്തരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി. ഇവിടെ എന്താണ് നടക്കുന്നത് എന്ന അർത്ഥത്തിൽ. നിങ്ങൾ ഞാൻ പറയുന്നത് കേട്ടാൽ മതി. നിങ്ങൾക്ക് ശമ്പളം തരുന്നത് എൻ്റെ ഭർത്താവാണ്. ധാർഷ്ട്യത്തിൽ ശ്രുതി അത് പറഞ്ഞതും ശ്രീനിധിയുടെ വാ അടഞ്ഞു പോയി. എന്നാൽ ഒട്ടും വിട്ടുകൊടുക്കാൻ ഉദ്ദേശമില്ലാത്തതുപോലെ ശ്രുതി വീണ്ടും തുടർന്നു. ഈ വീട്ടിൽ ഇനി രാവിലത്തെ കാപ്പി, ഉച്ചയ്ക്കത്തെ ലഞ്ച്, രാത്രി ഡിന്നർ ഇതെല്ലാം കൂടെ എൻ്റെ ഇഷ്ടം കൂടി പരിഗണിച്ചുണ്ടാക്കിയാൽ മതി. അല്ലാതെ ഇവിടെ വേറെ ആരും പറയേണ്ടത് കേൾക്കണ്ട നിങ്ങൾ, ശ്രുതി ദേവകിയോട് പറഞ്ഞു. കെട്ടിച്ചു വിട്ടിട്ടും ഇപ്പോഴും സ്വന്തം വീട്ടിൽ വന്ന് അട്ടിപ്പേറ് കിടക്കുന്ന ചിലരുണ്ടിവിടെ. അവർക്ക് വേണ്ടത് അവർ സ്വയം ഉണ്ടാക്കി കഴിക്കട്ടെ. ശ്രുതി പറയാതെ പറഞ്ഞത് ശ്രീനിധിയാണെന്ന് മനസ്സിലായതും ശോഭന അതിൻ്റെ ഇടയിൽ കയറി ഒന്നിടപെട്ടു. ശ്രുതി എന്തു വർത്താനമാണ് ഈ പറയുന്നത്? ഇത് ഇവളുടെ കൂടെ വീടല്ലേ? അതെ, ഇത് ഇവളുടെയും കൂടെ വീടാണ് എന്ന് കരുതി എപ്പോഴും ഇവിടെ നിൽക്കണമെന്നുണ്ടോ? കുറച്ച് ദിവസം അവൾക്ക് അവിടെ ഭർത്താവിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ കൂടെ പോയി നിന്നാലെന്താ? 24 മണിക്കൂറും നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ പിന്നെന്തിനാണ് ഇവളെ വിവാഹം കഴിപ്പിച്ചത്? ഇവിടെ തന്നെ അങ്ങ് നിർത്തിയാൽ പോരായിരുന്നോ? ശ്രുതി അത് പറഞ്ഞതോടെ ശോഭനയ്ക്ക് ഉത്തരം മുട്ടിപ്പോയി. ശ്രീനിധി പിന്നെ ഒന്നും പറയാതെ ദേഷ്യത്തിൽ ഭക്ഷണം കഴിക്കാതെ എഴുന്നേറ്റ് പോയി. അവൾക്ക് ഭർത്താവിൻ്റെ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് അവൾ ഇവിടെ നിൽക്കുന്നതെന്ന് നിനക്കറിയില്ലേ? അറിയാം. ഭർത്താവുമായി അടിച്ചു പിരിഞ്ഞ് ഡിവോഴ്സിൻ്റെ പക്കത്ത് നിൽക്കുവാണെന്നറിയാം. മര്യാദയ്ക്ക് ആ പെണ്ണിനെ അവളുടെ തെറ്റു മനസ്സിലാക്കി ഹരിയുടെ അടുത്തേക്ക് തിരിച്ചയക്ക്. അതിനു പകരം വീണ്ടും ഓരോരോ ദൂഷി പോതി കൊടുത്ത് നിങ്ങൾ എന്തിനാണ് ഇവിടെ തന്നെ തളച്ചിടുന്നത്? മക്കളുടെ രണ്ടുപേരുടെയും കാര്യത്തിൽ അനാവശ്യമായിട്ട് ഇടപെട്ട് അവരുടെ ജീവിതം കുട്ടിച്ചോറാക്കി കൊടുക്കാമെന്ന് നിങ്ങൾക്കെന്തെങ്കിലും നേർച്ചയുണ്ടോ? എൻ്റെ മകൻ കെട്ടിയ താലി നിൻ്റെ കഴുത്തിലുണ്ടെന്ന് കരുതി അത് നിനക്ക് ഈ വീട്ടിൽ എന്ത് തോന്നിവാസവും കാണിക്കാനുള്ള ലൈസൻസ് ആണെന്ന് കരുതരുത്. എൻ്റെ കുഞ്ഞൊരു വക കഴിക്കാതെയാണ് എഴുന്നേറ്റ് പോയത്. സങ്കടത്തോടെ ശ്രീജിത്തിനോട് ശോഭനയത് പറയുമ്പോഴേക്കും ശ്രുതിയുടെ മുഖം കൂടുതൽ ഇരുണ്ടു വന്നു. അത്രയ്ക്ക് ദണ്ണമുണ്ടെങ്കിൽ നിങ്ങളും കഴിക്കണ്ട. ശ്രുതിയുടെ ആ വാക്കുകൾ ശോഭനയെ വല്ലാത്ത ദേഷ്യം പടർത്തി. എൻ്റെ മോള് കഴിക്കാത്ത ഭക്ഷണം എനിക്കും വേണ്ട. എല്ലാം കൂടി നീ ഒറ്റയ്ക്കിരുന്ന് കഴിക്കും. വീടിൻ്റെ സന്തോഷവും സമാധാനവും കളയാനായി അവതരിച്ച മൂദേവി, നീ ഗുണം പിടിക്കില്ലടി. ശോഭന തലയിൽ കൈവച്ച് പ്രാകുന്നത് പോലെ പറഞ്ഞു. മീനു ഉണ്ടായിരുന്നപ്പോൾ ശോഭന പറഞ്ഞു തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മയെ നലറുകയായിരുന്നു ശ്രീജിത്ത് ആ സമയം. പെട്ടെന്ന് ശോഭനയ്ക്ക് കാര്യം മനസ്സിലായി. അബദ്ധം പിണഞ്ഞതുപോലെ അവർ നാവ് കടിച്ചു. ശോഭന ഓർക്കാതെ പറഞ്ഞു തുടങ്ങിയതായിരുന്നു മീനുവിൻ്റെ കാര്യം. ശ്രുതിക്ക് വീണ്ടും കലി കയറി. ശോഭന ഒന്നും അറിയാത്ത പോലെ എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയിരുന്നപ്പോൾ അവിടെ നിന്നേ. ശ്രുതിയുടെ ആ വാക്കുകൾക്ക് പിന്നാലെ പിടിച്ചു കെട്ടിയതുപോലെ ശോഭന നിന്നു. നിങ്ങൾ എന്താ പറഞ്ഞത്? മീനു ഉണ്ടായിരുന്നെങ്കിൽ എന്നല്ലേ? ഈ പറഞ്ഞ മീനുവിന് നിങ്ങൾ എപ്പോഴെങ്കിലും സമാധാനം കൊടുത്തിട്ടുണ്ടോ? ഇത്തിരി സന്തോഷം കൊടുത്തിട്ടുണ്ടോ? ഈ വീട്ടിൽ അവൾക്കൊരല്പം സമാധാനം ഉണ്ടായിരുന്നെങ്കിൽ അവർ ഈ വീട് വിട്ട് പോകില്ലായിരുന്നു. പെട്ടെന്ന് ശ്രുതി അങ്ങനെ പറഞ്ഞപ്പോൾ ശ്രീജിത്ത് പല്ല് കടിച്ചുകൊണ്ട് എഴുന്നേറ്റു. നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിടാൻ നിൽക്കണ്ട ശ്രീജിത്ത് ശ്രുതിയോടായി പറഞ്ഞു. ഞാൻ ഒരു അനാവശ്യ കാര്യങ്ങളിലും തലയിടാൻ നിൽക്കുന്നില്ല. നിങ്ങളുടെ അമ്മ പറഞ്ഞതിന് മാത്രമേ ഞാൻ മറുപടി പറഞ്ഞുള്ളൂ. ശ്രുതി അങ്ങനെ കൂടി പറഞ്ഞതോടെ ശ്രീജിത്തിന് അവളോട് തിരിച്ചൊന്നും പറയാൻ കഴിയാത്ത അവസ്ഥയായി. അവൻ ദേഷ്യത്തിൽ ശോഭനയൊന്ന് നോക്കിക്കൊണ്ട് കൈ കഴുകി മുകളിലേക്ക് നടന്നു. ആ നേരം കൊണ്ട് സിദ്ധാർത്ഥും കഴിച്ചെഴുന്നേറ്റു. അയാളാണെങ്കിൽ ഈ വീട്ടിൽ താമസിക്കുന്നത് ഒരു അയൽക്കാരനെ പോലെയാണ്. ചോദ്യവുമില്ല, പറച്ചിലുമില്ല. ചുറ്റും എന്തൊക്കെ സംഭവിച്ചാലും അതൊന്നും തന്നെ ബാധിക്കുന്നതേയല്ല എന്നുള്ള രീതിയിലാണ് അയാളുടെ പെരുമാറ്റവും പ്രവൃത്തിയും. അതേസമയം ഹോസ്റ്റലിൽ അവളുടെ റൂമിലിരുന്ന് നാളത്തേക്കുള്ള നോട്ട്സ് പ്രിപ്പയർ ചെയ്യുവാണ് മീനാക്ഷി. അവളിപ്പോൾ പഴയതുപോലല്ല. പണ്ട് ശ്രീജിത്തിൻ്റെ ആഗ്രഹങ്ങൾക്കും അയാളുടെ വീട്ടുകാർക്കും വേണ്ടി ജീവിച്ചവൾ ഇന്ന് പിന്തുടരുന്നത് തൻ്റെ തന്നെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളുമാണ്. നിറമുള്ള സാരികൾ ഉടുക്കാൻ തുടങ്ങി. മറ്റുള്ളവർക്ക് മുമ്പിൽ തൻ്റെ അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി.
മറ്റുള്ളവരെ പോലെ ചിരിക്കാൻ തുടങ്ങി. കോൺഫിഡൻസോടെ 4 പേർക്ക് മുൻപ് നിന്ന് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ഒട്ടനവധി മാറ്റങ്ങളാണ് അവളുടെ ജീവിതത്തിൽ ഈ ഒരു വർഷക്കാലം കൊണ്ട് സംഭവിച്ചത്. ടെക്സ്റ്റ് ബുക്കിൽ 1-2 ഇമ്പോർട്ടൻസ് പോയിൻറ്റ്സ് കയ്യിലിരിക്കുന്ന നോട്ട് പാഡിലേക്ക് അവൾ എഴുതി ചേർക്കുന്ന സമയത്താണ് അവളുടെ ഫോൺ റിങ് ചെയ്തത്. എപ്പോഴത്തെയും പോലെ മാധവായിരിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് അവൾ അത് എടുക്കാൻ തുനിഞ്ഞു. എന്നാൽ അപ്രതീക്ഷിതമായി ഹരിനന്ദൻ സാറിന് സേവ് ചെയ്തിരിക്കുന്ന നമ്പർ കണ്ടതും മീനാക്ഷിയിലൂടെ ഒരു വിറയൽ കടന്നുപോയി. അതെന്തിനാണെന്ന് മീനാക്ഷിക്ക് ഇപ്പോഴും അറിയില്ല. ഹരിനന്ദൻ അവൾ പഠിപ്പിക്കുന്ന കോളേജിലെ മറ്റൊരു സാറാണ്. എപ്പോഴോ ഒപ്പം പഠിപ്പിക്കുന്ന സുനിത ടീച്ചറാണ് പറഞ്ഞത് ഹരിനന്ദൻ സാറിന് മീനാക്ഷി ഒരു നോട്ടമുണ്ടെന്ന്. കൃത്യമായി പറഞ്ഞാൽ അതിനുശേഷം എപ്പോൾ എവിടെ വെച്ച് കണ്ടാലും ഹരിനന്ദനെ കാണുമ്പോൾ അവൾക്കൊരു തരം വിറയൽ വരും. അയാളുടെ മുഖത്തേക്ക് നോക്കാൻ കഴിയാത്ത വിധം മീനാക്ഷിയുടെ മുഖം താന്നുപോകും. ആദ്യം ഹരിയുടെ ഫോൺ കോൾ എടുക്കണോ വേണ്ടയോ എന്ന് ചിന്തിച്ചു. അവസാനമാണ് അവൾ ഫോൺ എടുത്തൊന്ന് ചെവിയോരം ചേർത്ത് വെച്ചത്. നന്ദൻ്റെ ഭാഗത്തു നിന്നും ആദ്യമായിട്ടായിരുന്നു ഒരു ഫോൺ കോൾ മീനാക്ഷിയെ തേടിയെത്തിയത്. മീനാക്ഷിയുടെ ഹൃദയമിടിപ്പ് ക്രമാതീതമായി വർദ്ധിച്ചു. ഹലോ. ആ പതർച്ച അവളുടെ സംസാരത്തിലും പ്രകടമായിരുന്നു. മീനാക്ഷി ടീച്ചർ തിരക്കിലാണോ? അല്ല, നാളത്തേക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുവാണ്. നന്നേ പതിഞ്ഞു പോയിരുന്നു മീനുവിൻ്റെ ശബ്ദം. നാളെ കുറച്ച് നേരത്തെ വരാമോ കോളേജിൽ? എനിക്ക് ടീച്ചറിനോട് ഒന്ന് സംസാരിക്കാനുണ്ടായിരുന്നു. പെട്ടെന്ന് ഹരിനന്ദൻ അങ്ങനെ വെട്ടിത്തുറന്ന് ചോദിക്കുമെന്ന് മീനാക്ഷിയും പ്രതീക്ഷയില്ല. സർ ഞാൻ ഹരിനന്ദൻ എന്തിനായിരിക്കും നാളെ നേരത്തെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചതിന് ഉള്ള ഉത്തരം അവൾക്ക് വ്യക്തമായിട്ടറിയാം. ശ്വാസമൊന്ന് ആഞ്ഞു വലിച്ചുവിട്ട് മീനാക്ഷി. മറുഭാഗത്തു നിന്നും അത് കേട്ടുകൊണ്ട് നിന്ന ഹരിനന്ദൻ്റെ ചുണ്ടിൽ അയാൾ പോലും അറിയാതൊരു പുഞ്ചിരി മിന്നിമാഞ്ഞു. കേൾക്കുന്നുണ്ടോ? ഏറെ നേരമായിട്ടും മീനാക്ഷി മറുപടിയൊന്നും പറയാത്തതിൽ വീണ്ടും ഹരി ചോദ്യം ആവർത്തിച്ചു. ഉണ്ട്. എങ്കിൽ ഞാൻ ചോദിച്ചതിന് മറുപടി പറയേ. കാണാം. ഓക്കെ. ഹരിനന്ദൻ ഓക്കെ പറഞ്ഞപ്പോൾ തന്നെ മീനാക്ഷി ഫോൺ കട്ട് ചെയ്തു. മുൻപൊന്നും ഇല്ലാത്തൊരു തരം വിറയലും വെപ്രാളവും അത് തന്നെ വന്ന് മൂടുന്നതായി മീനാക്ഷി അറിഞ്ഞു. ഹരിനന്ദനെ താൻ പ്രണയിച്ചിട്ടുണ്ടോ? മീനാക്ഷി സ്വയം ചോദിച്ചു. എന്തുതന്നെയായാലും നാളെ അയാളെ പോയി കാണണമെന്ന് അവൾ മനസ്സുകൊണ്ട് തീരുമാനിച്ചു. ആ രാത്രി മീനാക്ഷിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ആദ്യമായി ഹരിനന്ദൻ ആ കോളേജിലേക്ക് വന്ന നിമിഷങ്ങൾ അവളുടെ ഓർമ്മയിൽ തെളിഞ്ഞു. ഏകദേശം ഒരു 35-നോടടുത്ത് പ്രായം വരും ഹരിക്ക്. മീനാക്ഷി ശ്രീജിത്തുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് 6 മാസങ്ങളിൽ ശേഷമായിരുന്നു ഹരിനന്ദൻ മറ്റൊരു കോളേജിൽ നിന്നും മനഃപൂർവ്വം ട്രാൻസ്ഫർ വാങ്ങി മീനുവിൻ്റെ കോളേജിൽ വന്നത്. പിന്നീട് പല അധ്യാപകരിൽ നിന്നും മീനുവും അറിഞ്ഞു ഹരിനന്ദൻ്റെ ഭാര്യ മറ്റൊരാൾക്കൊപ്പം ഇറങ്ങിപ്പോയെന്നും അവർക്ക് ഹരിയുമായുള്ള വിവാഹത്തിനു മുമ്പ് ഒരു ബന്ധമുണ്ടായിരുന്നെന്നുമൊക്കെ. ഹരിയുമായുള്ള വിവാഹം കഴിഞ്ഞ് 3 മാസങ്ങൾ കൂടി കടന്നുപോയതോടെ ഒന്നിച്ച് ജീവിക്കാൻ താല്പര്യമില്ലാതെ ഹരി ചോദിച്ചപ്പോൾ അവർ തന്നെ തുറന്നു പറയുമായിരുന്നു അവർക്ക് മുൻപൊരു ബന്ധമുണ്ടായിരുന്നെന്നും അയാളെ മറക്കാൻ അവർക്ക് കഴിയില്ലെന്നും. ഒടുക്കം മഹാമനസ്കനായ ഹരിനന്ദൻ ഭാര്യയെ നേരിട്ട് കാമുകൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു എന്നും പറയുന്നവരുണ്ട്. അതെല്ലാം മറ്റൊരാളുടെ തീർത്തും വ്യക്തിപരമായ കാര്യങ്ങളായതിനാൽ ആരോടും അതേപ്പറ്റി കൂടുതൽ ചിക്കിച്ചികഞ്ഞ് ചോദിക്കാൻ മീനാക്ഷി മെനക്കെട്ടില്ല. പിറ്റേന്ന് രാവിലെ പതിവിലും നേരത്തെ മീനാക്ഷി എണീറ്റു. അവൾക്കുള്ളത്തിൽ വെച്ച് ഏറ്റവും ഭംഗിയുള്ള ഒരു സാരി തിരഞ്ഞെടുക്കുമ്പോഴും അവളുടെ മനസ്സ് അവളോട് തന്നെ ചോദിച്ചു ഹരിനന്ദനെ താൻ പ്രണയിക്കുന്നുണ്ടോ എന്ന്. എന്നത്തേതിലും ഭംഗിയായി അന്നൊരുങ്ങിയിറങ്ങിയപ്പോൾ മനസ്സ് വീണ്ടും ആ ചോദ്യം ആവർത്തിച്ചു. പതിവിലും നേരത്തെ ആ കോളേജ് അങ്കണത്തിൽ മീനു എത്തിച്ചേരുമ്പോൾ ഹരിനന്ദനല്ലാതെ മറ്റാരും അവിടെ ഉണ്ടായിരുന്നില്ല. ചുവന്ന വാഗപ്പൂക്കൾ തണൽ വിരിച്ചു നിൽക്കുന്ന വാഗമരച്ചുവട്ടിൽ അവളെയും കാത്തെന്നതുപോലെ ഹരിനന്ദനുണ്ടായിരുന്നു. ഒരു നേർത്ത പുഞ്ചിരിയുമായി സാരി ഞൊറി ഒതുക്കി പിടിച്ചുകൊണ്ട് അയാൾ കരുത്തിലേക്ക് നടന്നകത്തു മീനാക്ഷി. സാർ വന്നിട്ട് ഒരുപാട് നേരമായോ? ഒരു സംസാരത്തിന് തുടക്കം കുറിച്ചവൾ. ഇല്ല, കുറച്ചു നേരമായുള്ളൂ.
ഇത്തിരി നേരം അവർക്കിടയിൽ മൗനം തളം കെട്ടി നിന്നു. എനിക്ക് ടീച്ചറിനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഹരിനന്ദൻ പറഞ്ഞു തുടങ്ങിയതും മീനാക്ഷി അയാളെ കേൾക്കാൻ എന്നതുപോലെ ഹരിനന്ദൻ്റെ മുഖത്തേക്ക് നോക്കി. ഒരു വേള ഇരുവരുടെയും കണ്ണുകൾ തമ്മിൽ ഉടക്കി. അയാളുടെ നോട്ടത്തെ നേരിടാനാവാതെ മീനു മുഖം കുനിച്ചു. ചോര തെട്ടെടുക്കാൻ പാകത്തിന് അവളുടെ മുഖം ചുവന്നു. തുടരും.